അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. നൂറെ അജ്മീരിൽ ഉസ്താദ് അവർ പറയുന്ന ഒരു വിഷയമാണ്. അതായത് മജ്ലിസ് കൊണ്ട്, ഓൺലൈൻ മജ്ലിസ് കൊണ്ട് എന്താണ് നേട്ടം, എന്താണ് പ്രയോജനമെന്ന് ആലോചിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. നിസ്കരിക്കാത്ത എത്രയോ ആൾക്കാർ ഈ മജ്ലിസ് കാരണം നിസ്കരിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അദ്ദാദ് പോലുള്ള പറയാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ അദ്ദാദ് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദാദ് എത്രയോ ആൾക്കാർ ഈ ഓൺലൈൻ മജ്ലിസിൽ കേട്ട് പഠിച്ചവർ എത്ര ഉമ്മമാരുണ്ട്. ഈ വിഷയം ഒന്ന് നിങ്ങൾ കേട്ട് നോക്കും. വേറൊരാള് തീരെ നിസ്കരിക്കൂലയാൾ ആ നിസ്കരിക്കാത്ത സഹോദരന്റെ ഭാര്യ ഇന്നലെ ഇവിടെ വന്നിട്ട് പറയാണ്, അവര് എന്താ പറയാ, മജ്ലിസിലേക്ക് ആക്കി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ മജ്ലിസിലേക്ക് ഈ സഹോദരൻ ആക്കി കൊടുത്തു. അല്ലെ, എന്നിട്ട് ഈ സഹോദരനോട് വരുമ്പോ ജിന്നെ വിളിച്ചോളേണ്ടി, ഞാൻ ഇന്നാലിന്റെ സ്ഥലത്തുണ്ടാവും, പിന്നെ കഴിഞ്ഞ ഉടനെ തന്നെ എത്തണം, എവിടെയും പടി നോക്കിക്കരുത്, വേഗം വരണം, ഞാൻ ഇവിടെ ഉണ്ടാവും, നേരെ ഉണ്ടാവില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര സ്ട്രോങ്. ഈ സഹോദരി പറയണം, ഉസ്താദ് അങ്ങനെ ഞാൻ മുമ്പരോട് ഞാൻ പറഞ്ഞു, ഞാൻ പെട്രോൾ അടിച്ചുതരാം, അങ്ങക്ക് ഡീസൽ അടിച്ചുതരാം, അങ്ങനെ സോപ്പിട്ട് കൊണ്ടുവന്നാണല്ലോ. നിസ്കരിക്കൂല, ഒന്നും ചെയ്യില്ല, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു ജീവിതം. എന്നിട്ട് ഈ സഹോദരി പറയാണ്, അങ്ങനെ അയാൾ എന്താ പറയുക, മജ്ലിസിലേക്ക് ഈ സഹോദരനെ അവിടെ ഇറക്കി കൊടുത്ത് അയാൾ ആ ബൈക്കിൻ്റെ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കും, കഴിഞ്ഞ ഉടനെ തന്നെ ജിന്നെ വിളിച്ചോളേണ്ടി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ സഹോദരി ഇവിടെ വന്നു. സഹോദരി പൊട്ടി ആയിരുന്നു. അങ്ങനെ പിരിഞ്ഞ് ഈ സഹോദരി ബൈക്കിനടുത്ത് എത്തി നോക്കുമ്പോൾ ആ ബൈക്കുമേൽ മൂപ്പരാക്കനെ കാണുന്നില്ല. അപ്പോൾ ഇവള് വിളിച്ചു നോക്കി, നിങ്ങൾ എവിടെയുള്ളത്? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരയുടെ ഉള്ളത്, മൂപ്പരി പള്ളിപ്പറമ്പിലാ. ഒരു ദ്വാ കഴിഞ്ഞ് ഇറങ്ങി എങ്ങനെ അവിടെ എത്തിയെന്ന്. അപ്പോൾ ഞാൻ ഇതിലെങ്ങനെ അങ്ങ് പോകുന്നത്, ഞങ്ങളെ പേടിച്ചു പോകുന്നതാണ്. എന്നാ ഞാൻ ഇതിൽ ഇറങ്ങി കഴിഞ്ഞില്ല. അങ്ങനെ ആ സഹോദരി പറയാണ്, ദ്വാന്റെ സമയത്തിൽ എൻ്റെ പുതിയാപ്പള ആ പള്ളിപ്പറമ്പിലെത്തിയാണ്, പഠിച്ചനാട് കൂട്ടി കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പം ആ സഹോദരി പറയണം, അപ്പം ഒരു നിസ്കാരം ഒഴിവാക്കില്ല എന്ന് മാത്രമല്ല, അതെൻ്റെ പുതിയാപ്പള എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം, അൽഹംദുലില്ലാ, ഒരു കച്ചറിയില്ല, ഒരു കുലുമ്പാലില്ല. ഇപ്രാവശ്യവും വാർഷികത്തിന് ഞങ്ങളെല്ലാവരും കൂടെ വരും എന്ന് പറഞ്ഞു സന്തോഷം പറഞ്ഞിട്ട് ഇന്നലെ ഇവിടെ വന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങൾ എന്നറിയോ. മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൽബിന്റെ ഉള്ളിലേക്ക് ഈമാൻ തുളച്ചു കയറാനുള്ള 7 കാര്യങ്ങൾ പറഞ്ഞിടത്ത് ഒരു കാര്യം പറഞ്ഞത് സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കാന്ന. എത്ര സ്വാലിഹീങ്ങൾ ഉണ്ടാവും അന്നത്തെ ദിവസത്തിൽ ഈ സദസ്സിൽ, നമ്മൾ കാണാത്ത എത്ര തങ്ങന്മാർ, എത്ര ഔലിയാക്കന്മാർ. ഒന്നുമില്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ഹളറത്തിലല്ലേ. എന്തായാലും അവരൊക്കെ നന്നാവൂലേ, മക്കളൊക്കെ നന്നാവൂലേ? ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ പിടിച്ചൊളിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ഇപ്പൊ മിനിയാന്ന്